അന്ന് ആ കാലഘട്ടത്തിൽ ഒരു കത്ത് തന്നെ വരണം. മൊബൈൽ ഫോണും മറ്റുള്ള ഫോണൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് വിളിക്കാന്ന് ലാൻഡ് ഫോണാണല്ലോ. അന്ന് ഇങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ലല്ലോ. ഒരു കത്ത് 7 ദിവസം 8 ദിവസം കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ആ കത്ത് തന്നെ ചിലവര് എന്റെ കയ്യിൽ തന്നിട്ടുണ്ട് കത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി. അവരൊക്കെ മരിച്ചുപോയി. കത്തിൽ യാർലി പൗഡറൊക്കെ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് ആ കത്ത് കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അന്ന് ഒരു കത്ത് തന്നെയാണ്. ആ സമയത്താണ് എസ്.എ. ജമീൽക്ക ഈ കത്തുപാട്ട് എഴുതുന്നത്. അയാൾ പല പാട്ടുകളും അയാൾ തന്നെ എഴുതിയിട്ട് മുമ്പ് തൂണാക്കി പാടുന്ന ആളാണ്. കത്തിന്റെ മറുപടി അയാൾ തന്നെ എഴുതിയത്. അബുദാബിയിലുള്ള ഒരു എഴുത്തുപെട്ടി. ആ എത്രയും ബഹുമാനപ്പെട്ടാന്ന് പറഞ്ഞാൽ അയാൾ തന്നെ പാടികളാണ്. പിന്നീടാണ് പെണ്ണുങ്ങളെ കൊണ്ട് പാടിക്കൽ തുടങ്ങിയിട്ട് മറുപടി കൊടുക്കൽ തുടങ്ങി. അങ്ങനെ ഇറങ്ങിയ ഒരു സംഭവമാണ്. അതൊരു സംഭവം തന്നെയായിരുന്നു കത്ത്. അപ്പൊ കത്തും ഇല്ല പാട്ടും ഇല്ലാത്ത പോലെ ഇപ്പോഴത്തെ ഇതില്. അപ്പൊ അത് അന്ന് ഇറങ്ങുമ്പോ നല്ലത് തന്നെയായിരുന്നു. ആ പാട്ട് എത്രയോ ആൾക്കാർ ഇത് വെച്ചിട്ട് തന്നെ എന്തോ ഒരു മൗലൂദ് പോലെ നിസ്കാരം കഴിയുക, ടൈപ്പ് കാർഡ് അവിടെ കൊടുന്നേക്കുക, ഇത് കേൾക്കുക, എന്നിട്ട് പിറ്റന്നാള് തന്നെ സ്ഥിതി. അപ്പൊ അത്ര ഇതായിരുന്നു ഈ കത്തുപാട്ടിന്. ആ എത്രയും ബഹുമാനപ്പെട്ട കേസ് നല്ല വരികളാണ്, ബെസ്റ്റ് വരികളാണ്. അതിന്റെ വരികളൊക്കെ എന്താ പറയണത്? 2 വരി നമുക്ക് കേട്ടത്. എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാൽ ഏറെ പിരിശത്തില് ചൊല്ലിടുന്നു വസ്സലാം. നിങ്ങൾക്കെല്ലാം സുഖമാണ് ഇവിടെ എന്ന് തന്നെ എഴുതിയിടട്ടെ. അങ്ങനെയുള്ള തുടങ്ങിയുള്ള സംഗതികളാണ് വരുന്നത് കത്തുപാട്ട്. ഒരുപാട് ഇതുണ്ടാവും.